റിവോൾവർ റിംഗു. ശരിക്കും റിവോൾവർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മാസ് അല്ലെങ്കിൽ ഒരു തോക്ക് അങ്ങനത്തെ ഒരു ഇതാണല്ലോ വരിക. റിംഗു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ ഒരു പൈതല വരിക. അപ്പൊ ശരിക്കും ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ നമ്മുടെ സിനിമയിൽ എങ്ങനെ വർക്ക് ആവുന്നത്? അതെ, ടൈറ്റിൽ കഴിയുമ്പോഴേ തോക്കെടുക്കും, എന്നിട്ട് വെടിവെക്കാൻ തുടങ്ങും. ടൈറ്റിൽ വരെ. ഇതിനു മുമ്പ് ഇറങ്ങിയ പോസ്റ്ററിലെ ഈ സൂപ്പർ ഹീറോയുടെ ഡ്രസ്സ് പിഴിഞ്ഞാലക്ക് അഴയിലിട്ടേക്കുന്ന ഒരു സാധനം. അല്ല, നോർമലി ഒരു കുട്ടിയാ, അവൻ സൂപ്പർ ഹീറോയിലേക്ക് വരണതാണ്. ഓക്കേ. ഇപ്പൊ നിനക്ക് ശരിക്കും ഒരു സൂപ്പർ ഹീറോ മൂവി ചെയ്ത സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവം ആയിരുന്നല്ലേ? ഫുള്ളും ഒരു എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇറങ്ങണം സിനിമ. കോസ്റ്റ്യൂം ഒക്കെ ഇട്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നടാ? എന്തൊരു ഓ, സാധാരണ ആൾക്കാർ പറയില്ലേ പോലീസ് സ്റ്റേഷൻ കിട്ടിയ ഒരു പ്രത്യേക പവർ കയറുന്നത്, അതുപോലെ ഈ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത്ര ഉണ്ടല്ലേ? നല്ലതായിരുന്നു, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, സീനുകളൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഈ റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞാല് ഒരു സൂപ്പർ ഹീറോ ഫിലിം അല്ല. അല്ല, അത് സൂപ്പർ ഹീറോയുടെ ക്യാരക്ടർ ഉള്ളൊരു പടം ചെയ്യണ ഒരു പരിപാടിയാ. ഓക്കേ. അപ്പൊ പിള്ളേരെല്ലാരും കൂടെ ഒരു പടം ചെയ്യാണ്. ഓക്കേ, അതറിയില്ലാത്ത ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെ പടങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയിൽ വരെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. പിന്നെ പുള്ളി സാജേട്ടൻ പണ്ട് ചെറുപ്പത്തിൽ പിടിച്ച പടം ഇവിടെ കാൻ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സാജേട്ടന്റെ അപ്പോഴും സാജു തന്നെയായിരുന്നു. അല്ല, ഓക്കെ, പടത്തിന്റെ പേര് ചുമ്മാ പറഞ്ഞ വെച്ചേ. ചേട്ടൻ പറ, ചെറുപ്പത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ടാലന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ചെയ്തൊക്കെ തുടങ്ങൂലേ? അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടാകും? ബിനുവിന്റെ ചെറുപ്പത്തിൽ ഓർമ്മ മറ്റേ കരിക്കിടാൻ കയറല്, ചീട്ട് കളിക്കാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ മക്കളെ ഈ സൗകര്യമൊക്കെ വന്നു. റീൽസ് ഒന്നുമില്ലല്ലോ. ഞങ്ങളന്ന് മാറ്റേന്ന് ഇറങ്ങിയിട്ട് നേരെയില്ല. സ്ക്രിപ്റ്റ് എഴുതാൻ സ്കൂളിൽ തന്നെ എഴുതാൻ തന്നെ മടിയുള്ള ആൾക്കാരാ സ്ക്രിപ്റ്റ് എഴുതാൻ പോണത്. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നിനക്ക് ശരിക്കും ചെറുപ്പത്തിലെ സിനിമയിൽ വരണമെന്നുണ്ടായിരുന്നു? ഞാൻ ആദ്യം മോഡലിംഗ് ചെയ്തേ. അപ്പോൾ അതിൽ കയറി എനിക്കൊരു ഫിലിം ചെയ്യണം, അതിൽ മോഹൻലാൽ മമ്മൂട്ടി പോലെ നല്ലതാവണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. മോഡലിംഗ് എത്ര വയസ്സിൽ വന്നപ്പോ? മോഡലിംഗ് ഒരു 9 മുതൽ 10 വരെ. അല്ല, ആള് മറ്റേ മാളികപ്പുറം സീരിയലിലെ ആക്ടറാണ്. ഇവൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചായിരുന്നു, ഭയങ്കര ഒരു മോഡൽ അവൻ ഇരിക്കുന്ന രീതിക്കും ഫീച്ചേഴ്സിലൊക്കെ ഒരു മോഡൽ ടച്ച് ഉണ്ട്. ഞങ്ങളും അതെ, പക്ഷെ 60 മോഡലാന്നുള്ളൂ. 60 മോഡലുകൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ ടൈറ്റിൽ കേൾക്കുന്ന സമയത്ത് മലയാളികൾക്ക് അധികം കേൾക്കാത്തൊരു ടൈറ്റിലാണല്ലോ. ഇപ്പൊ ഞാൻ ആദ്യം കേട്ടപ്പോ എനിക്കൊരു പഴയൊരു ഡിറ്റക്റ്റീവ് സംഭവം അല്ലെങ്കിൽ ഒരു കോമിക് അങ്ങനത്തെ ഒരു സംഭവം അടിച്ചത്. പിന്നെ ചേട്ടൻ ആദ്യമായിട്ട് ഈ ടൈറ്റിൽ പറഞ്ഞ സമയത്ത് എന്താ തോന്നിയത്? അതായത് പകുതി സിനിമ ഷൂട്ടിന്റെ പകുതി അങ്ങോട്ടായപ്പോഴാണ് ഇത് ഇതിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാനും എന്തൊട്ട് പേരെന്നല്ല, നമ്മുടെ സിനിമയുടെ ഇതായിട്ട് അങ്ങനെ ഭയങ്കരമായ കണക്ഷൻ ഇല്ല. അല്ല, ഭയങ്കരമായ കണക്ഷൻ ഇല്ലായിരുന്നത്. പിന്നീടാണ് ഈ സൂപ്പർ ഹീറോയുടെ ഇതൊക്കെ വന്നിട്ട് അങ്ങനത്തെ പരിപാടിയിലൊക്കെ പോയത്. അപ്പൊ എനിക്കും ഫസ്റ്റ് നിന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലേ? അല്ല, ഇത് പേര് കേട്ടപ്പോ ഞാനും പറയട്ടെ, നല്ല പേരാന്ന് പറഞ്ഞു. പേര് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. പക്ഷെ നമ്മളെ ഡയറക്ടർ കിരൺ പറഞ്ഞ പോലെ ഇത് പണ്ട് ഉള്ള ഒരു കോമിക്കായിരുന്നു. അപ്പൊ അതിലുള്ളൊരു പേരാണ് റിവോൾവർ റിംഗോ. ആ പേര് യൂസ് ചെയ്തിട്ട് ഈ കുട്ടികളുടെ ഒരു സിനിമ ചെയ്യുന്നതായിട്ടാണ്.